ഗുഡ് ഈവനിങ് ഗൈസ്. ഇന്ന് നമുക്ക് കാക്കനാടത്തെ ബാർബിക്യൂ നേഷൻ വരെ പോയിട്ട് വരാം. അതെ, കാക്കനാട് പൊതുവെ ഹോട്ടലെല്ലാം ലിമിറ്റഡ് ആയിട്ടുള്ള ഫുഡുകളാണ് ഇപ്പൊ കൊടുക്കുന്നത്. യുദ്ധം നടക്കാനുള്ളത്. അപ്പൊ എഫക്റ്റ് ഉണ്ട്. അതെ അതെ. അപ്പൊ ഒരു ലിമിറ്റേഷനും ഇല്ലാണ്ട് ഇപ്പൊ നടന്നു പോകുന്നത് ബാർബിക്യൂ നേഷനാണ്. അവിടെ അത്യാവശ്യം വലിയ വിലയൊന്നുമില്ല. നമുക്ക് എന്തായാലും കണ്ടിട്ട് വരാം. എന്നൊക്കെയാണ് നമ്മൾ അറിഞ്ഞത്. അപ്പൊ നമുക്കൊന്ന് പോയി നോക്കാം. യെസ്. അങ്ങനെ ഞങ്ങൾ ബാർബിക്യൂ നേഷനിൽ സീറ്റെല്ലാം റിസർവ് ചെയ്തു. വൈകുന്നേരം 7:30 ടൈം സ്ലോട്ടാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അങ്ങനെ ഞങ്ങളെല്ലാവരും അവിടെ എത്തി. ഞങ്ങളൊരു 7 പേരുണ്ടായിരുന്നു. നല്ല വെൽക്കമിങ് ആയിരുന്നു, നല്ല സർവീസ് ആയിരുന്നു. പക്ഷേ വെൽക്കം ഡ്രിങ്ക് ഉണ്ടായില്ല. നല്ല ആംബിയൻസും സ്പേഷ്യസ് ആയിട്ടുള്ള നല്ല ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയറൊക്കെയാണ്. ഗ്രിൽഡ് ഐറ്റംസ് സ്റ്റാർട്ടർ ആയിട്ട് ഉള്ളൊരു സ്ഥലമാണല്ലോ ബാർബിക്യൂ. വളരെ നല്ലൊരു അനുഭവമായിരുന്നു. ഞങ്ങൾ സൂപ്പിലേക്കൊന്നും പോയില്ല, കാരണം സ്റ്റാർട്ടർ തന്നെ മതിയാവുന്നുള്ള ഫീഡ്ബാക്ക് നമുക്ക് ധാരാളം കിട്ടിയിരുന്നു. അങ്ങനെ ഞങ്ങൾ സ്റ്റാർട്ടറിൽ തുടങ്ങി. സ്റ്റാർട്ടറിൽ ഫിഷ്, ചെമ്മീൻ, പിന്നെ മട്ടൺ, ചിക്കൻ, പിന്നെ അപ്പം വെജിറ്റേറിയൻ ഐറ്റംസും ഉണ്ടായിരുന്നു. കോൺ, പിന്നെ നമ്മുടെ പൈനാപ്പിള്, അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഉണ്ടായിരുന്നു. വളരെ നല്ലതായിരുന്നു. പിന്നെ മെയിൻ കോഴ്സ് ഇവിടെ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല എന്നുള്ളൊരു ഫീഡ്ബാക്ക് കിട്ടിയിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അതിലേക്കധികം കോൺസെൻട്രേറ്റ് ചെയ്തില്ല. കഴിച്ചു. ഡെസേർട്ട് ബെസ്റ്റായിരുന്നു. പിന്നെ എക്സ്പെൻസ് ഞങ്ങൾ 7 പേർക്കും കൂടി 7,000 ആയുള്ളൂ. അതിൽ 2,000 ഞങ്ങൾ പാഴ്സലാണ് വാങ്ങിയത്. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.